ഹലോ സ്റ്റുഡൻസ്, ആരുടെയും ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയതെന്ന് പറയാവോ? സ്റ്റുഡൻസ് ഹലോ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് പറയാവോ? ഹലോ, കേൾക്കുന്നില്ലയോ? ഓഡിബിൾ അല്ലേ? സപ്ലിമെന്ററി എക്സസൈസ്. ഓക്കെ, സപ്ലിമെന്ററി എസ്ഐ യൂണിറ്റ് അല്ലേ? അത് നമ്മൾ എഴുതിയിരുന്നില്ലയോ നമ്മൾ രണ്ടുപേരെ കുറിച്ച്? എഴുതി തോന്നുന്നു. ഓക്കെ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്രിവേഷൻ ഇൻ പവർ ഓഫ് 10 എന്ന ഹെഡിങ് എഴുതുക. Abbreviation in power of 10. Abbreviations in power of 10. ഞാനൊരു നമ്പർ എഴുതാം. ഈ നമ്പർ എത്ര ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ഈ നമ്പർ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ഈ നമ്പർ വായിച്ചൂടെ? 10. ഇത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ഒരു നമ്പർ. കുട്ടികളെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഉണ്ടാവണേ. എങ്കിൽ റിപ്ലൈ ഉണ്ടാവുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കാതിരിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് 10 ഈ നമ്പർ നിങ്ങൾക്ക് വായിക്കാം, ഈ നമ്പർ നിങ്ങൾക്ക് വായിക്കാം, ഈ നമ്പർ നിങ്ങൾക്ക് വായിക്കാം. ഈ നമ്പർ വായിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, സാധ്യതയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല, വായിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളൊരു നമ്പറിനെ 10 to the പവറിലോട്ട് മാറ്റി എഴുതുന്നതിനാണ് അബ്രിവേഷൻസ് ഇൻ പവർ ഓഫ് 10 എന്ന് പറയുന്നത്. സോ അതിനെ 10 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുകയും അവയ്ക്ക് നമുക്കൊരു പേര് നൽകുകയും ചെയ്യാൻ കഴിയും. അതിനെ പ്രിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഈ ഉടനീളം നമുക്ക് എല്ലാ ചാപ്റ്ററിലും നമുക്ക് പഠിക്കേണ്ടിയുള്ള പ്രിഫിക്സുകളും അതുപോലെ 10ന്റെ മൾട്ടിപ്പിളുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ 10⁻1 ഇതാണ് 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമുക്ക് പ്രിഫിക്സ് എന്ന് വിളിക്കാം. 10⁻1നെ നമ്മൾ ഇനി മുതൽ വിളിക്കും ഡെക്ക എന്ന് നമ്മൾ വിളിക്കും. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ഇത് ചെയ്ത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ 10⁻2 എന്നതിനെ നമ്മൾ ഹെക്ടോ എന്ന് നമ്മൾ വിളിക്കും. 10⁻3യെ നമ്മൾ കിലോ എന്നാണ് വിളിക്കുന്നത്. 10⁻6 10⁻2 എന്ന് വെച്ചാൽ 100, 10⁻3 എന്ന് വെച്ചാൽ 1000. അപ്പൊ അതനുസരിച്ച് നമ്മൾ 10 to the പവറിലോട്ട് ആ നമ്പറിനെ മാറ്റുകയാണ്. 10⁻6 എന്ന് വെച്ചാൽ നമ്മൾ അതിനെ വിളിക്കും മെഗാ എന്ന് വിളിക്കും. 10⁻9നെ നമ്മൾ വിളിക്കും ഗിഗ എന്ന് വിളിക്കും. 10⁻12നെ നമ്മൾ വിളിക്കും ടെറ എന്നാണ് വിളിക്കുന്നത്, ടെറ. 10⁻15നെ നമ്മൾ വിളിക്കും പെറ്റ എന്ന് വിളിക്കും. 10⁻18നെ നമ്മൾ വിളിക്കും എക്സ എന്ന് വിളിക്കും. അതേപോലെ ഇതിന്റെ ഇൻവേഴ്സ് സെക്ഷനുകൾ അവയും കൂടെ നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. 10⁻1 എന്ന് വെച്ചാൽ ഡെസി എന്നാണ്. 10⁻2 എന്ന് വെച്ചാൽ സെന്റി എന്നാണ്. 10⁻3 എന്ന് വെച്ചാൽ അതിനെ നമ്മൾ മില്ലി എന്നാണ് വിളിക്കുന്നത്. 10⁻6 എന്ന് വെച്ചാൽ അത് മൈക്രോ ആണ്. 10⁻9 എന്ന് വെച്ചാൽ അതിനെ നമ്മൾ നാനോ എന്നാണ് വിളിക്കുന്നത്.
10⁻12 നമ്മൾ പൈക്കോ എന്ന് വിളിക്കും. 10⁻15 നമ്മൾ ഫെംറ്റോ എന്ന് വിളിക്കും. 10⁻18 നമ്മൾ അറ്റോ എന്ന് നമ്മൾ വിളിക്കും. ഇനി എന്താണ് ഇവരുടെ ഷോർട്ട് കട്ടുകൾ? ഡെക്കായെ നമ്മൾ ഡ എന്ന് സൂചിപ്പിക്കും. ഹെക്ടോയെ നമ്മൾ എച്ച് എന്നാണ് സൂചിപ്പിക്കുന്നത്. കിലോയെ നമ്മൾ കെ എന്നാണ് സൂചിപ്പിക്കുന്നത്. മെഗ എന്നതിനെ ക്യാപിറ്റൽ എം ആണ് സൂചിപ്പിക്കുന്നത്. ഗിഗ എന്നുള്ളത് ക്യാപിറ്റൽ ജി ആണ്. ടെറ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കും. പെറ്റ എന്നുള്ളതിനെ ക്യാപിറ്റൽ ലെറ്റർ പി എന്നും എക്സായെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്നും വിളിക്കും. ഡെസി എന്ന് പറയുന്നതിനെ സ്മാൾ ലെറ്റർ ഡി എന്നും സെന്റി എന്നുള്ളതിനെ സ്മാൾ ലെറ്റർ സി എന്നും മില്ലി എന്നുള്ളതിനെ സ്മാൾ ലെറ്റർ എം ഉപയോഗിച്ചു. മൈക്രോ എന്നെഴുതുന്നതാണ് ഇങ്ങനെയാണ്. മൈക്രോ യു എന്ന് പറയുന്ന ലെറ്റർ ഇട്ടിട്ട് അതിന്റെ താഴോട്ട് ഇതാണ് മൈക്രോ എന്ന് പറയുന്നത്. നാനോ എന്ന് പറയുന്നതിനെ എൻ എന്നും എൻ എം എന്നും പറയും. എന്നും നാനോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ എൻ എം എന്നാണ് നമ്മൾ പറയുന്നത്. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ മൈക്രോ എം എന്നാണ് പറയുന്നത്. പൈക്കോ എന്ന് പറയുന്നതിനെ നമ്മൾ സ്മാൾ ലെറ്റർ പി ആണ് ഉപയോഗിക്കുന്നത്. കാരണം പെറ്റ ക്യാപിറ്റൽ ലെറ്റർ പി ഉണ്ട്. ഫെംറ്റോ നമ്മൾ സ്മാൾ ലെറ്റർ എഫ് ആണ് ഉപയോഗിക്കുന്നത്. സ്മാൾ ലെറ്റർ എഫ്. അതുപോലെ അറ്റോയ്ക്ക് നമ്മൾ സ്മാൾ ലെറ്റർ എ ആണ് ഉപയോഗിക്കുന്നത്. സ്മാൾ ലെറ്റർ എ. അപ്പൊ ഇത് ഇത്ര ഓർത്ത് വെച്ചേക്കണം. ഇത് നമ്മൾ കോമൺലി നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രിഫിക്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ പ്രിഫിക്സുകൾ കൊണ്ടുള്ള യൂസ്? ഒരു എക്സാമ്പിൾ പറയാം. 1 മെഗാ ഓം is equal to അഥവാ 1 എം is equal to ഡാഷ് ഓം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇതിന് ഉത്തരം? 1 മെഗാ ഓം is equal to ഡാഷ് ഓം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇതിന് ഉത്തരം? Yes, answer is 10⁻6 ohm. 5 മെഗാ ഓം എന്ന് വെച്ചാൽ 1 മെഗാ ഓമിന്റെ സിമ്പിൾ ഇല്ല കേട്ടോ. 5 മെഗാ ഓം എന്ന് വെച്ചാൽ ഡാഷ് ഓം ആണ്. അതിനർത്ഥം എന്താണ്? ആ വലിയൊരു നമ്പറിനെ ചെറുതാക്കി എഴുതി വെച്ചേക്കുകയാണ്. എത്ര വരും ഇവിടെ? 5 into 10⁻6. Yes, 5 into 10⁻6 ohm. സിമ്പിൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 1 kilometer is equal to ഡാഷ് മീറ്റർ. സാധാരണ 1 കിലോമീറ്റർ എത്ര മീറ്ററാ? 1 കിലോമീറ്റർ എത്ര മീറ്ററാ സാധാരണ? 1000. അപ്പൊ നമ്മൾ 1000 നമ്മൾ 10 to the power ലോട്ട് എഴുതുമ്പോ എത്ര വരും? 10⁻3 മീറ്റർ. 1 decagram. 1000 meter. Yes, 1000 is good. 1 decagram എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? 1 ഡാഗ്രാം എന്ന് വെച്ചാൽ എന്താ? കാരണം ഡെക്കായ നമ്മൾ ഏത് ലെറ്ററോടാ? ഡി ഡാ എന്നാ വിളിക്കുന്നത്. 1 decagram എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആയിരിക്കും? ഡാഷ് മീറ്റർ. 10. കേട്ടില്ല? 10 gram. 10 എന്നാണോ പറഞ്ഞേ? 10⁻1 നമ്മൾ ഇങ്ങനെയായിരിക്കും ഈ പ്രിഫിക്സുകൾ കൊണ്ട് നമുക്ക് ഉപയോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പെട്ടെന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പൊ ഇത്ര ലേറ്റ് ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തി? നിധാന്ത്, ഹർഷ, ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ആ മെസ്സേജ് എങ്കിലും ചെയ്യണേ നിങ്ങള്. യെസ്, പെട്ടെന്ന് കംപ്ലീറ്റ് എഴുതിയെടുക്കൂ. ഓക്കെ, എഴുതിയെടുത്തു കഴിഞ്ഞോ?
ഓക്കെ. അപ്പൊ അടുത്ത ഇത് ആ എക്സാമ്പിളുകളും ഞാൻ തന്ന 2-3 എക്സാമ്പിൾ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ. ഇനി നമ്മള് SI യൂണിറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ SI യൂണിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിന് പ്രൈമറിയിൽ 7 പേരും സെക്കൻഡറിയിൽ 2 പേരും ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ നമ്മൾ SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് അടുത്തൊരു ഹെഡിങ്. കുറച്ച് റൂള് പഠിക്കണം. സോ റൈറ്റ് ഹെഡിങ് ഒരു 5 റൂള്. റൂൾസ് ഫോർ റൈറ്റിംഗ്. Rules for writing SI unit in symbolic form. Rules for writing SI unit in symbolic form. നമ്മൾ സാധാരണ യൂണിറ്റുകളെല്ലാം സാധാരണ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്ത മീറ്ററിന് M എന്ന പോലെയും കിലോഗ്രാമിന് KG എന്ന് പോലെയും അതുപോലെ നമ്മളിപ്പോ ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ SI യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് റൂൾസുകൾ അറിയണം. സിമ്പിൾ റൂളുകളാണ്. ഇത് തന്നെ നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 8th പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂള്, സാധാരണ ഈ കിലോഗ്രാം എഴുതുന്നത് KG, മീറ്റർ എഴുതുന്നത് M, കെൽവിൻ എഴുതുന്നത് K. അതവിടെ നിന്നോട്ടെ. ടൈമിന് സെക്കൻഡ്. ഈ എഴുതിയേക്കുന്ന യൂണിറ്റുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? സാധാരണ ഇപ്പൊ ഞാൻ ഈ കെൽവിൻ ഒഴിച്ച് ആംബിയർ ഒഴിച്ച് ഞാൻ മറ്റു യൂണിറ്റുകൾ നോക്കുമ്പോൾ ആ എഴുതിയ മറ്റു ബാക്കിയെല്ലാം എഴുതുന്നില്ലെന്നേ ഉള്ളൂ. ഈ യൂണിറ്റുകൾ എഴുതിയ സിമ്പിളിന് എന്താണ് പ്രത്യേകതയുള്ളത്? സ്മോൾ ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ ആണ്. കൂടുതലും നമ്മൾ SI യൂണിറ്റുകൾ എഴുതുമ്പോൾ അത് സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ we can use only a small letter. Small letter are used for symbol of unit. കോമൺ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണത്. കാരണം ചിലതിന് മാത്രമേ സ്പെഷ്യൽ കേസുകൾ ഉള്ളതുകൊണ്ടാണ് ചിലത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നത്. സോ സ്മാൾ ലെറ്റേഴ്സ് ഫസ്റ്റ് യൂണിറ്റ് എല്ലാവരും എഴുതാ, റൂൾ എഴുതാ. സ്മാൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ symbols of units. Small letters are used for symbols of units. ഇതാണ് ഫസ്റ്റ് റൂള്. നമ്മള് ഒരു 5 മീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഞാൻ അതിന് മുന്നേ അവിടെ ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. കിലോഗ്രാം, കിലോഗ്രാം. ഇതിലേതാണ് ശരിയായിട്ടുള്ള രൂപം? ഫസ്റ്റ് വണ്ണോ സെക്കൻഡ് വണ്ണോ? ഫസ്റ്റ് എഴുതിയത്. സെക്കൻഡ് തെറ്റാണ്. സോ രണ്ടാമത്തെ റൂള് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 5 കിലോഗ്രാം എന്നൊരു വാല്യൂ എഴുതി. വീണ്ടും ഞാനൊരു 5 കിലോഗ്രാം എന്നൊരു വാല്യൂ എഴുതി. ഇതിലേതാണ് ശരി, ഇതിലേതാണ് തെറ്റ്? ഫസ്റ്റ് എഴുതിയത് ശരി, സെക്കൻഡ് തെറ്റ്. രണ്ടും ശരിയാണെന്ന് ഞാൻ പറഞ്ഞാലോ? ഇത് രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പൊ ഇവ 2 കുട്ടികൾ ഇപ്പൊ പറഞ്ഞതാണ് ഫസ്റ്റിലത്തെ ശരി, സെക്കൻഡ് തെറ്റെന്ന. ഇത് ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ അപ്പൊ നമുക്ക് അവിടുത്തെ റൂൾ ഒന്ന് എഴുതിയാലോ? ആ റൂൾ എന്ന് പറയുന്നത് സിമ്പിൾസ് ആർ നോട്ട് ഫോളോഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. നമ്മൾ എഴുതുന്ന യൂണിറ്റുകളുടെ സിമ്പിൾസ് ആർ നോട്ട് followed by a full stop. Symbols are not followed by full stop. Vismaya? Vismaya ഉണ്ടോ അവിടെ? Okay. അലീന PK? അമയ?
ഷിഫ 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 ഓക്കെ കേട്ടു അൻകിത് ജി സാറുണ്ട്. ഓക്കെ. ഇന്നെന്താ മിണ്ടാതിരിക്കുന്ന അൻകിത്? സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ അൻകിതാന്ന് തോന്നല്ലോ എല്ലാത്തിനും വിളിച്ചു പറഞ്ഞോണ്ടിരുന്നേ. ആയിഷ ഞാൻ വിളിച്ചു നോക്കുന്നത് രാവിലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുവാണോ എന്നതാണ്. കാരണം നല്ലൊരു സൗകര്യമല്ലേ ഇത്. സാധാ ക്ലാസ്സിലാകുമ്പോൾ ഒന്ന് ഉറക്കം നോക്കുമ്പോൾ ടാ എന്നൊരു വിളി കേൾക്കും. ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. ഇതെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് വേണേ പോയി കിടന്ന് ഉറങ്ങാലോ. കാരണം രാവിലെ നല്ല ഒരു കാലാവസ്ഥ, ഉറങ്ങാൻ പറ്റി. ചെറിയ മഴക്കാലം, ഒരു ആ ഒരു അവസ്ഥയല്ലേ ഇപ്പൊ നിൽക്കുന്നേ. മാറുവ ഇല്ല അവിടെ. മിന്നത്ത് ഓക്കെ ശരി. അപ്പം കുറച്ചുപേരെ വിളിച്ചപ്പോഴത്തേക്ക് ആൾക്കാരവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ശരി. അപ്പം നമ്മൾ രണ്ടാമത്തെ റൂൾസ് എഴുതി. സിമ്പിൾസ് ആർ നോട്ട് ഫോളോവ്ഡ് ബൈ എ ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ്, കെൽവിൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതുന്നേ? കെ അല്ലേ? ക്യാപിറ്റൽ. ആംബിയർ ഏതാ ഉപയോഗിക്കുന്നേ? എ. നമ്മള് ചാർജിന്റെ യൂണിറ്റ് ആയ കൂളംബ്, അതിനെ നമ്മൾ സി, ക്യാപിറ്റൽ ലെറ്റർ സി ആണ് ഉപയോഗിക്കുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ, ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാനുള്ള റീസൺ? ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം സ്മാൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സിമ്പിൾസ് ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് NCK ഇവർ ഇത്രയും പേരൊക്കെ ഇതുപോലുള്ള കുറെ ആൾക്കാർ വന്നപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. ഈ ന്യൂട്ടൺ ആരാ? സയന്റിസ്റ്റിന്റെ നെയിമിന്റെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതാൻ കഴിയും. സോ അടുത്ത റൂൾ അത് തന്നെയാണ്. ഇനിഷ്യൽ ലെറ്റർ ഓഫ് എ symbol, the initial letter of a symbol is capital only when the unit is named after a scientist. Named after a scientist. ഞാൻ എഴുതുന്നത് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ? Named after a scientist. And the last rule. എന്താണ് ലാസ്റ്റ് റൂൾ? നമ്മള് ചില സമയത്ത് ഇപ്പൊ എഴുതിയ റൂളിനെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ന്യൂട്ടൺ എന്ന് നമ്മൾ സാധാരണ ഒരാളുടെ പേര്, ഇപ്പൊ എന്റെ പേര് അലിഫ് എന്നാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്റെ പേര് ഞാൻ എഴുതുമ്പോൾ അലിഫ് എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പം, സാധാരണ ഞാൻ എന്റെ പേര് എഴുതുമ്പോൾ എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ അലിഫ് എന്ന് എഴുതാറുണ്ടോ? സാധാരണ ഒരു നെയിം നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഇവിടെ കൃഷ്ണതീർത്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൃഷ്ണതീർത്ഥ എന്ന് പറയുന്നതാണ് ഇങ്ങനെയാണ് എഴുതുന്നത്, കൃഷ്ണതീർത്ഥ. ഒരിക്കലും സ്മാൾ ലെറ്റർ കെയിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ SI യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് സയന്റിസ്റ്റിന്റെ നെയിമുകൾ വരുന്ന യൂണിറ്റുകൾ നമ്മളത് പൂർണ്ണമായിട്ട് എഴുതുകയാണെങ്കിൽ സ്മാൾ ലെറ്ററിൽ എഴുതാവൂ. ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നമ്മളത് സാധാരണ എഴുതുമ്പോൾ എല്ലാവരും NEW ഇങ്ങനെയല്ലേ എഴുതുന്നത്. പക്ഷെ അത് 5 ന്യൂട്ടൺ എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ എന്ന് പറയുന്നതും 5 ന്യൂട്ടൺ. ഇതിൽ ഏതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ശരിയായിട്ടുള്ളത്? കേട്ടില്ല. ഒന്നാമത്തെ ശരിയാണ്, മൂന്നാമത്തത് ഇതെന്താ? എന്താ മോനെ? കേട്ടില്ലടാ. ഉത്തരം പറഞ്ഞാണോ? ആ നെറ്റിന് ലാഗ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് പ്രോബ്ലം ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.
നെറ്റ്വർക്ക് ലാഗ് ഇല്ലാത്തവർ ധൈര്യമായിട്ട് തുറന്ന് സംസാരിക്കുക, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തതും മൂന്നാമത്തതും ശരി. അപ്പൊ ദ റൂൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. The full name of a unit always begins with a small letter, even if it has been named after scientist. After a scientist. The full name of a unit always begins with a small letter, even if it has been named after a scientist only. ഇനി ഒരു കാര്യം കേട്ടോണം. ഞാൻ എഴുതാം, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ ഏതൊക്കെ എഴുതിയേക്കുന്ന യൂണിറ്റുകളാണ് ശരിയായിട്ടുള്ളത്? ആദ്യത്തെ ലൈനിലുള്ളത് ആരാണ് ശരി? കിലോഗ്രാം എസ് ആണോ കിലോഗ്രാം ആണോ? കിലോഗ്രാം. ന്യൂട്ടൺ ആണോ ന്യൂട്ടൺ എസ് ആണോ? ന്യൂട്ടൺ. മീറ്റർ എസ് ആണോ മീറ്റർ ആണോ? മീറ്റർ. എന്താണ് റൂൾ എന്ന് പറയാമോ? Symbols, കേട്ടില്ല? Symbols do not take plural forms. നമ്മൾ സിമ്പിൾസ് ഒരിക്കലും ഏത് രൂപത്തിൽ എഴുതുകയില്ല? പ്ലൂറൽ ഫോംസിൽ എഴുതുകയില്ല. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ കുറച്ച് റൂൾസ് കൂടെ ഞാൻ പറഞ്ഞു തരിക. ഇതിന് സെന്റൻസ് ഞാൻ തരത്തില്ല, നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഇത് റെഡിങ്ങിൽ എഴുതുന്നത്, ഈ റെഡിങ്ങിലല്ല, ഈ പിന്നി തൊട്ട് എഴുതാൻ പോകുന്നത്. ഞാൻ ഈ എഴുതിയേക്കുന്ന റൂൾസ് ഞാനിവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തനിയെ പറയുക. ആ 5 മീറ്റർ എന്ന് എഴുതിയേക്കുന്നതും രണ്ടാമത്തെ 5 മീറ്റർ എഴുതിയേക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ശരിയായിട്ടുള്ള യൂണിറ്റുകൾ എഴുതിയിരിക്കുക? ഫസ്റ്റ് വൺ 5 മീറ്റർ. രണ്ടാമത് എഴുതിയേക്കുന്നത് നമ്മൾ എഴുതിയേക്കുന്നത് എത്ര? 5 ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ടാണ് മീറ്റർ എഴുതിയേക്കുന്നത് അല്ലെ? ഇതിൽ ഏതാണ് ശരി? ഇതില് ഫസ്റ്റ് എഴുതിയേക്കുന്നത് ശരിയോ തെറ്റോ? ഫസ്റ്റ് എഴുതിയേക്കുന്നത് തെറ്റ്. രണ്ടാമത് എഴുതിയേക്കുന്നത് വിസ്മയ തെറ്റിപ്പോയി. രണ്ടാമത് എഴുതിയേക്കുന്നതാണ് ശരി കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ എന്ന് പറഞ്ഞാലും ആ മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന നമ്പറിനോട് ചേർത്ത് എഴുതാൻ പാടില്ല. ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ യൂണിറ്റ് എപ്പോഴും എഴുതാൻ. അതെപ്പോഴും മനസ്സിലുള്ള ഓർമ്മയിലുണ്ടായിരിക്കും. എപ്പോഴും ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ? ആ യൂണിറ്റ് നമ്മൾ എപ്പോഴും എഴുതാൻ. രണ്ടാമത്തെ അടുത്ത എഴുതിയേക്കുന്നത് നോക്കൂ. 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തത്. ബാക്കി ആർക്കെങ്കിലും ഇപ്പൊ ആള് പറഞ്ഞതിന് എഗ്രിയോ ഡിസഗ്രിയോ സ്റ്റേറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? നിത ഹർഷ ഫസ്റ്റിൽ എന്നാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ളവർക്ക് പോരട്ടെ.
ഇതിൽ ഏതാണ് ഫസ്റ്റ്? First. വിസ്മയ ഫസ്റ്റ് എന്ന്. വിസ്മയ എനിക്ക് തോന്നുന്നു തട്ടിക്കുട്ടി മാങ്ങി കല്ലെറിയുവാന്ന് തോന്നുന്നു. ആണോ വിസ്മയ? അലീന. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് എന്നാണ്. ശരി, ഫസ്റ്റ് ശരി, സെക്കൻഡ് തെറ്റ്. കാരണം നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റുകൾ വരുമ്പോഴാണ് ഡിവിഷൻസ് വരുന്നത്. മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇങ്ങനെയെല്ലാം വരുന്ന യൂണിറ്റുകൾ നമ്മൾ എപ്പോഴും ഡിവിഷൻ വരുന്ന യൂണിറ്റുകളല്ല, അല്ലെങ്കിൽ ഫ്രാക്ഷൻ മോഡൽ വരുന്നതല്ല, പെർ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് എന്ന് എഴുതത്തില്ല, കിലോഗ്രാം ഡിവൈഡ് ബൈ സെക്കൻഡ് എന്ന് എഴുതത്തില്ല, മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതത്തില്ല. ഈ ഫസ്റ്റ് എഴുതിയ രൂപമായിരിക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആണോ? അവരുടെ റൂൾസ് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എക്സ്ട്രാ ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. അടുത്ത നിങ്ങൾ നോക്കിക്കേ, 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ 5 മീറ്റർ പെർ സെക്കൻഡിന്റെ കൂട്ടത്തിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? Second. സെക്കൻഡ് വൺ ശരി, ഫസ്റ്റ് വൺ തെറ്റ്. അതിൽ തേർഡ് വണ്ണോ? തേർഡ് വണ്ണും എന്താ മക്കളെ? ശരിയാണ്. ഒരിക്കലും നമ്മൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ യൂണിറ്റുകളുടെ കംപ്ലീറ്റ് രൂപം എഴുതിയിട്ട് അടുത്തത് ഒരു സിമ്പിൾ രൂപത്തിൽ എഴുതാൻ പാടില്ല. 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഈ രൂപത്തിലൊന്നും എഴുതാൻ പാടില്ല. നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിൾ മാത്രം ഉപയോഗിക്കുക. അത് കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ സെന്റൻസ് ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് റൂൾസ് പറയുന്നത്. റൂൾസ് പറയുന്നതല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതായത് ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ യൂണിഫോമിന്റെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് വൈറ്റ് ഷർട്ടും കറുത്ത പാൻറ്റും ഇടാൻ പറയും, ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും. അത് നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിച്ചോണ്ട് പോവുക. വൈറ്റ് ഷർട്ടും ബ്ലൂ പാൻറ്റും ഇട്ടുകൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇതുപോലെ നമ്മൾ മീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ എസ് എന്ന് മാത്രമല്ല എഴുതേണ്ടത്, സെക്കൻഡ് എന്നാണ് എഴുതേണ്ടത്. 5 മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 5 മീറ്റർ എന്ന് പെർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് കംപ്ലീറ്റ് സെന്റൻസ് ആക്കി എഴുതാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് സെന്റൻസ് ആക്കി എഴുതാൻ ശ്രമിക്കുക. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഷിഫയുടെ മൈക്ക് ഓൺ ചെയ്തിരിക്കും. ഷിഫ മൈക്ക് ഒന്ന് ഓഫ് ആക്കുമോ ജസ്റ്റ്? ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഈ മൈക്ക് ഓൺ ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു നോയ്സ് മറ്റു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഈ റൂൾസ് പറഞ്ഞത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ റൂൾസുകൾ എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് 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 യെസ്, പോരട്ടെ. ഓക്കെ, ക്ലിയർ. ശരി, ഞാനിവിടെ വലിയ ലെറ്ററിൽ 3 ആൾക്കാരെ എഴുതാൻ പോവാ. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോണേ. ലെങ്ത്, മാസ്, ടൈം. എന്തിനാ അങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാ, ഇവയെ നമുക്ക് വിളിക്കാം ബേസിക്, അഥവാ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുക, ഓർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. കാരണം ഇവരുടെ കൂടെ ബാക്കി 4, 3, 7, 4 പേരും സപ്ലിമെന്ററിയിലെ 3 പേരും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ലെങ്ത്, മാസ്, ടൈം ഓർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും ഇവർ 3 പേരും ഉണ്ടെന്നുള്ളൊരു മൈൻഡ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്നൊരു ടോപ്പിക്കാണ്. സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. അപ്പൊ റൈറ്റ്, നല്ലൊരു ഹെഡിങ് എല്ലാവരും എഴുതും. ഇത് എക്സാമിന് നിങ്ങളുടെ +1 എക്സാം വരുന്ന സമയത്ത് ഫോക്കസ് ഏരിയ ആണെങ്കിൽ ആ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഞാൻ ഈ ഫോക്കസ് ഏരിയ ടോപ്പിക് കൂടെ പറഞ്ഞുതരാം. അത് കൂടാതെ അല്ലാതെ കൂടെ പറയാം. നമ്മൾ SI യൂണിറ്റ് സിസ്റ്റം തൊട്ട് യൂണിറ്റിന്റെ ഈ ഒരു പഠിപ്പിക്കുന്ന സെക്ഷൻ വരെ എല്ലാം ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിച്ചോണം. നിങ്ങൾക്ക് ഇനി അതേപോലെ ഓൺലൈൻ തന്നെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ വെച്ചിട്ടുള്ള എക്സാം എങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ, നല്ല മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് മേടിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്ററും വൃത്തിയായിട്ട് പഠിച്ചാൽ സൂപ്പറായിട്ട് 60 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഹെഡിങ് എഴുതുക, സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് ഹെഡിങ് എഴുതുക.
സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് ഹെഡിങ് എഴുതുക. സം കോമൺ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് ഹെഡിങ് എഴുതുക. നമ്മൾ ആദ്യം ലെങ്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ പ്രാക്ടിക്കൽ യൂണിറ്റ്സുകൾ പറയാൻ പോകും. ഈ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് മീനിങ്. കോമൺലി യൂസ്ഡ് അത് SI സിസ്റ്റമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇതാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. സോ ഇതിന് ചെറിയൊരു സബ് ഹെഡിങ് ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെങ്തിനെ കുറിച്ചാണ്. ലെങ്തിന്റെ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമതൊരു നമ്പർ ഉണ്ട്. പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ്. ചെറിയ ഡിസ്റ്റൻസുകൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെങ്തിന്റെ സ്മാൾ യൂണിറ്റുകൾ. നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്ന ഏറ്റവും വലിയ യൂണിറ്റ് എന്തുവാടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ യൂണിറ്റ്, ലെങ്ത് മെഷർ ചെയ്യുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ഏതാ? കിലോമീറ്റർ. കിലോമീറ്റർ. നമുക്ക് നമുക്കറിയാവുന്ന ലെങ്ത് മെഷർ ചെയ്യാൻ അറിയുന്ന ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ്. അപ്പൊ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ഏതാ? മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ. ഓക്കെ, ശരിയാണ്. എന്നാൽ അതിൽ ചെറിയ യൂണിറ്റുകളും കിലോമീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകളും ഉണ്ട്. അതില് ഒന്നാമത്തെ ആള് തൽക്കാലം ഞാൻ A എന്നിടുകയാണ്. ആദ്യത്തെ ആളെ, ഒന്നാമത്തെ ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫെർമി എന്ന് പറയുന്ന ഒരാളാണ്. കേട്ടിട്ടുണ്ടോ? ഫെർമി കേട്ടിട്ടുണ്ടോ? സാനിയ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫെർമി ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലെ? ശരി. അപ്പൊ നമുക്ക് ഈ ഫെർമി എന്താണെന്ന് നോക്കാം. ഫെർമി എന്ന് പറയുന്നത്, ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. എന്തിന്, എവിടെ, എപ്പോ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. ന്യൂക്ലിയസിന്റെ സൈസ് സ്കെയിലൊക്കെ കൊണ്ട് അളക്കാൻ പറ്റില്ലടോ. യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. യൂസ്ഡ് ഫോർ മെഷറിംഗ് ന്യൂക്ലിയർ സൈസ്. ഇത് SI യൂണിറ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരുന്നാൽ, 1 ഫെർമി, അത് റെഡിങ്ങിൽ ഇടുക. കാരണം റെഡിങ്ങിൽ ഇട്ടേക്കുന്നത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 1 ഫെർമി എന്ന് വെച്ചാൽ അതിനെ 1 FM എന്ന് വിളിക്കാം. എത്ര മീറ്റർ ആയിരിക്കും? എനി ഐഡിയ? 1 ഫെർമി ഈസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നൽകും നിങ്ങൾ? വൺ ഫെർമി ഈസ് ഇക്വൽ ടു എന്ന് ചോദിച്ചാൽ, 1 ഫെർമി ഈക്വൽ ഡാഷ് മീറ്റർ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നൽകും? അതിനാ ഞാൻ നിങ്ങളെ പ്രിഫിക്സുകൾ പഠിപ്പിച്ചത്. ഒന്ന് നോക്കിക്കേ. 1 ഫെർമി, എവിടെയെങ്കിലും എഫിന്റെ സാധനം കണ്ടിട്ടുണ്ടോ? 1 ഫെർമി ഈസ് ഇക്വൽ ടു ഡാഷ് മീറ്റർ. ഹലോ, ഓഡിബിൾ അല്ലേ? 10 - 15 മീറ്റർ. ആ 10 - 15 പറഞ്ഞ ആളോട് ഒരു കാര്യം ഞാൻ പറയാം. പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്. 10 - 15 എന്നല്ല പറയുന്നത്. മലയാളം മീഡിയം ആണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. 10 raised to -15 എന്നാണ് പറയേണ്ടത്. 10 to the power of -15 എന്നോ അല്ലെങ്കിൽ 10 raised to -15 എന്നോ പറയണം. കേട്ടോ? പറഞ്ഞ ഉത്തരം ശരിയാണ്. 10 - 15 എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ്. എന്നാൽ അതിനെ ഇനി തൊട്ട് ഇങ്ങനെ വേണം പറയാൻ. കേട്ടോ മോളെ? ഹലോ സർ. ഈ 10 raised to 10 മേലെ -18 എങ്ങനെ വായിക്കുന്നേ?
10⁻⁻18. യെസ്. ഇതിനെ എങ്ങനെയാ വായിക്കുന്നേ? 10⁻². അല്ലെങ്കിൽ 10 സ്ക്വയർ. ഇതെന്തുവാ? 10³ 10⁻³ അല്ലെങ്കിൽ 10³. ഇതോ? 10⁻⁴. ഇതോ? 50⁻49. അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 50ന്റെ പവർ 49 ആയിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഓർത്ത് വെച്ചേക്കണം, 1 ഫെർമി എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ അത് 10⁻⁻15 മീറ്റർ ആണ്. അപ്പൊ ഒരു കാര്യം കൂടി ഇവിടെ എഴുതാൻ വിട്ടുപോയി. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫെംറ്റോമീറ്റർ. It is also called femtometer. Clear ആണോ? ഫെർമിയെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. It is the smallest practical units of distance ആണ്. Used for measuring nuclear size ആണ്. 1 Fermi അഥവാ 1 Fermi എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 10⁻⁻15 മീറ്റർ ആണ്. So it is also called femtometer. കൃഷ്ണയ്ക്ക് മാത്രമേ ക്ലിയർ ആയോളോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. ഓക്കെ. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. രാവിലെ ഒരു ക്ലാസ് നടക്കുമ്പോഴാണോ പെട്ടെന്ന് തീരുന്നേ? അതോ ഒരു 10 മണിക്ക് ശേഷം നടക്കുന്ന ക്ലാസ് ആണോ പെട്ടെന്ന് തീരുന്നേ? ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ആണോ ഏറ്റവും പെട്ടെന്ന് തീരുന്നേ? വൈകുന്നേരം വരുന്ന ക്ലാസ് ആണോ ഏറ്റവും പെട്ടെന്ന് തീരുന്നേ? രാവിലെ വരുന്നതാണ്. രാവിലെ വരുന്ന ക്ലാസ്സും അതുപോലെ നമ്മുടെ സ്കൂൾ വിടാൻ പോകാൻ തൊട്ട് മുന്നേ പോകുന്ന ലാസ്റ്റ് പീരീഡും വളരെ വേഗം തീരുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. എന്തുകൊണ്ടാ? ഏറ്റവും എനർജറ്റിക് ആയിട്ടും എക്സൈറ്റ്മെന്റിലും ഇരിക്കുന്ന 2 ക്ലാസ്സിന്റെ സിറ്റുവേഷൻ അറിയപ്പെടുന്നത് നമ്മുടെ മോർണിംഗ് സെക്ഷനിലെ ക്ലാസ്സും അതുപോലെ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സും. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫെംറ്റോമീറ്റർ. രണ്ടാമനെയാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക. ആങ്സ്ട്രംത്തിന്റെ സിമ്പല് എ എന്ന് പറയുന്ന ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മേളിൽ ഒരു വട്ടം. ആങ്സ്ട്രം എ എഴുതിയിട്ട് അതിന്റെ മേളിൽ ഒരു വട്ടം. ഞാൻ എ എഴുതിയപ്പം സാധാരണ നോർമലി എഴുതുന്ന പോലെ എഴുതിപ്പോയെന്നേ ഉള്ളൂ. എ എഴുതിയിട്ടൊരു വട്ടം. ഇതാണ് ആങ്സ്ട്രം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ആങ്സ്ട്രം എന്ന് പറയുന്നത്? നോ എന്നാണെങ്കിൽ ഇതാ കേട്ടോളൂ. ഇതും എന്തിനു വേണ്ടി? ഇതും സ്മാൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് തന്നെയാണ്. യൂസ് എഴുതി പോവുകയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് wavelength of light. ലൈറ്റിന്റെ വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആങ്സ്ട്രം ഉപയോഗിക്കുന്നത്. ആങ്സ്ട്രം എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. സോ ആങ്സ്ട്രം എന്ന് എഴുതുമ്പോൾ സ്മാൾ ലെറ്ററിൽ വേണം എഴുതാൻ. 1 ആങ്സ്ട്രം അഥവാ ഒരു ആങ്സ്ട്രം എന്ന് കേട്ടാൽ നമ്മുടെ പ്രിഫിക്സിനകത്ത് ഞാൻ തന്നിട്ടില്ല, അത് -10⁻⁻10 മീറ്റർ ആയിരിക്കും. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്ന് ചോദിച്ചാൽ അത് 10⁻⁻8. ആ -8 എവിടുന്ന് കിട്ടി? അറിയായിരുന്നോ? അത് നോട്ട് എഴുതിയേനെ. എവിടുന്ന്? നമ്മുടെ ഇവിടുത്തെ മറ്റു കുട്ടികളുടെ നോട്ട് എടുത്ത് എഴുതിയായിരുന്നോ? ഈ നോട്ട് എഴുതിയെന്ന് പറഞ്ഞ ആൾ എന്താ മിണ്ടാത്തേ? ഓക്കെ, ശരി. അപ്പൊ 1 ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻8 സെന്റിമീറ്റർ ആണ്.
ഇനി സി, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നാനോമീറ്റർ. വാട്ട് ഈസ് നാനോമീറ്റർ? കേട്ടിട്ടുണ്ടോ നാനോമീറ്റർ? കേട്ടിട്ടുണ്ടായിരിക്കും. നാനോ കാറ്, നാനോമീറ്റർ കേട്ടിട്ടുണ്ടോ? നാനോമീറ്റർ, യെസ്. നാനോമീറ്ററും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചാൽ, ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ എക്സ്പ്രസിംഗ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇയാളും അതിനു വേണ്ടി ഉപയോഗിക്കും. ഇറ്റ് ആൾസോ യൂസ്ഡ് ഫോർ മെഷറിംഗ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ അഥവാ 1 nm എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആയിരിക്കും? നമ്മുടെ പ്രിഫിക്സ് ബോക്സിലോട്ട് നോക്കിയാൽ 10⁻⁻⁹ മീറ്റർ ആയിരിക്കും. അവനെ ബോക്സിൽ ഇട്ടേക്കണം. 10⁻⁻⁹ മീറ്റർ ആയിരിക്കും. അതും വേവ് ലെങ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ ഇനി അടുത്ത ഒരെണ്ണമുണ്ട് മൈക്രോൺ. മൈക്രോൺ എന്ന് പറയുന്നതും നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നതിന്റെ സ്മാൾ ലെങ്ത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. അവിടെ അതിന്റെ കൺവേർഷൻ പഠിക്കണം. 1 മൈക്രോൺ അല്ലെങ്കിൽ 1 μm മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോ അതെന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് 10⁻⁻⁶ മീറ്റർ. പെട്ടെന്ന് നോട്ട് ചെയ്യ്. സാധാരണ ഈ മൈക്രോൺ എവിടെ യൂസ് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. നമ്മുടെ ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളുടെ തിക്നെസ്സുകൾ, ഡയമീറ്ററുകൾ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ കൊളൈഡൽ പാർട്ടിക്കിൾ അങ്ങനെയുള്ളവയുടെയൊക്കെ തിക്നെസ്സും അതുപോലെ തന്നെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൈക്രോൺ എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്നും അവിടെ ഓർത്ത് വെച്ചാൽ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ്. പറഞ്ഞു സാറേ. പറഞ്ഞു സാറേ. പറഞ്ഞു സാറേ. സാർ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ഒരു ക്ലാസ്സില, സാർ വാട്സപ്പ് ചെയ്തു, ഞാൻ ഫ്രീ ആണ് ഉച്ചവരെ. ഓക്കെ. ഉണ്ട് 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 ഉണ്ട്. അല്ല, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ശരി. ഐ തിങ്ക് ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് എത്തുകയാണ്. അല്ല, ഇന്നലെ കുറെ എടുത്തില്ല, അപ്പൊ ഇന്ന് തീരുവാ. ശരി, സാറിന് മെസ്സേജ് ചെയ്യും സാറേ. ശരി ശരി, ഓക്കെ സാർ. അപ്പൊ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു, അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത്, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ the thickness or diameter of microscopic object. മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്, അതുകൊണ്ടാണ് മൈക്രോൺ എന്ന് വിളിക്കാനും കാരണം. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇതാണ് സ്മാൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ സ്മാൾ ഡിസ്റ്റൻസ് ഓഫ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ മെഷറിംഗ് സ്മാൾ ഡിസ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. ഇവര് ഇത്രയും പേരാണ്: ഫെർമി, ആങ്സ്ട്രം, നാനോമീറ്റർ. ആരൊക്കെയാണ്? ഫെർമി, ആങ്സ്ട്രം, നാനോമീറ്റർ. ക്ലിയർ ആണോ? ഇത് എഴുതിയായിരുന്നോ? ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ ദ തിക്നെസ് ഓഫ് ഡയമീറ്റർ ഓഫ് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട് എന്ന് ഒന്ന്
എഴുതിയിരുന്നോ? എസ് ആണോ? നോട്ട് ചെയ്തോ? Is commonly used to measure the thickness or diameter of microscopic objects. Microscopic objects. Yes. ശരി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ യൂണിറ്റ് ഫോർ അവിടെ നമ്മൾ 1 നമ്പർ ഇട്ടു. ഇനി ഇവിടെ നമ്മൾ 2 നമ്പർ ഇടാൻ പോവുകയാണ്. യെസ്, 2 പ്രാക്ടിക്കൽ യൂണിറ്റ്സ് used for measuring large distance. നമ്മൾ ലാർജ് ഡിസ്റ്റൻസ് എന്നും പറഞ്ഞ് ഉപയോഗിച്ചത് ഏറ്റവും വലുത് നമുക്ക് കിലോമീറ്റർ എന്ന് അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ ഒന്നാമനെന്ന് പറയുന്നത് ലൈറ്റ് ഇയർ ആണ്. എന്താണ് ലൈറ്റ് ഇയർ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ലൈറ്റ് ഇയർ? LY is the ഷോർട്ട് ഫോം. ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ പ്രകാശം ഒരു വർഷം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നാണ്. പ്രകാശം ഒരു വർഷം ഒരു വാക്വത്തിലൂടെ ശൂന്യതയിലൂടെ പ്രകാശം ഒരു വർഷം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, it is the distance traveled by light in 1 year. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. It is the distance traveled by light in 1 year. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതിൽ നിന്ന് ഞാൻ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയൂ, it is the distance traveled by light എന്ന്. സോ ലൈറ്റ് ഇയറിനെ എന്തുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഡിസ്റ്റൻസ് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ലൈറ്റ് ഇയർ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഒരു ലൈറ്റ് ഇയർ എത്ര സെക്കൻഡ് ആണെന്ന് കണ്ടെത്താം. SI യൂണിറ്റിലോട്ട് മാറ്റാൻ പോവാം. അപ്പൊ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു ടൈം എന്നാണ്, അല്ലെങ്കിൽ 1 ഇയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു 1 ഇയർ. ഈ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എപ്പോഴും. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലൈറ്റിന്റെ ശൂന്യതയിലുള്ള വേഗത എന്ന് പറയുന്നത് 10th നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുള്ളവരായിരിക്കും. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ ഇയറിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? 365 ദിവസമാണ് ഒരു വർഷം. ഡേ ആയിട്ട് കണക്കാക്കുമ്പോൾ 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലോട്ട് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. എഗെയിൻ ഒരു 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അത് സെക്കൻഡിലോട്ട് മാറും. ഇതൊന്ന് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 × 10⁻15 മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ 9.46 പെറ്റാമീറ്റർ എന്ന് പറയും, പി മീറ്റർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ലൈറ്റ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈറ്റ് ഇയർ SI യൂണിറ്റുമായിട്ടുള്ള റിലേഷൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ നമുക്ക് ലൈറ്റ് ഇയർ എന്ന് പറയാം. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ സ്പീഡ് ഈസ് ഇക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈമിലെ ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം തന്നെ ഉപയോഗിക്കും. സോ അതിൽ നിന്ന് 1 ലൈറ്റ് ഇയർ ഈസ് ഇക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു 1 ഇയർ ചെയ്യും. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അത് 1 ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റണം. 365 ദിവസത്തെ 24 മണിക്കൂറാക്കി അതിനെ മിനിറ്റിൽ 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് മിനിറ്റിലാക്കി അഗെയിൻ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് സെക്കൻഡിലെത്തും 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ. സോ ഫൈനലി വി ഗെറ്റ് 1 ലൈറ്റ് ഇയർ ഈസ് ഇക്വൽ ടു 9.46 × 10⁻15 മീറ്റർ എന്ന് കിട്ടും. ലൈറ്റ് ഇയർ എവിടെ യൂസ് ചെയ്യുന്നു? നമ്മുടെ സാധാരണ
ഇവിടെ നിങ്ങളുടെ മലപ്പുറം തൊട്ട് എറണാകുളം വരെയുള്ള ഡിസ്റ്റൻസ് കിലോമീറ്റർ പറയുകയാണെങ്കിൽ ആസ്ട്രോണമിയില് സ്റ്റാർസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ എഴുതും ലൈറ്റ് ഇയർ ഈസ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. എന്താ ഈ ആസ്ട്രോണമി എന്ന് വെച്ചാല്? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അവയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ആസ്ട്രോണമി ടു മെഷർ ഡിസ്റ്റൻസ് ഓഫ് നിയർ ബൈ സ്റ്റാർസ്, തൊട്ടടുത്തുള്ള സ്റ്റാർസുകൾ അല്ലെങ്കിൽ അടുത്തടുത്ത് സ്റ്റാർ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഹലോ, യെസ്, ഓക്കെ. അൻകിത്, ചറവറ എസ് ആണല്ലോ വന്നേക്കുന്നത്. ശരി, ഇനി നമ്മള് രണ്ടെണ്ണം കൂടെ നമുക്ക് പഠിക്കണം. സോ അടുത്ത ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എഴുതിക്കോളൂ. ഹെഡിങ്, സബ് ഹെഡിങ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആ നേരത്തെ പഠിച്ച കുട്ടികളുടെ നോട്ട് എഴുതിയെടുത്തപ്പോൾ എവിടം വരെയാണ് ലാസ്റ്റ് ഹെഡിങ് വരെ എഴുതിയേക്കുന്നതെന്ന് പറയാവോ? ആ നോട്ട് കോപ്പി ചെയ്ത് എഴുതിയവര് ഒന്ന് പറയുവോ, എവിടം വരെയാണ് ലാസ്റ്റ് എഴുതിയ ഹെഡിങ് എവിടം വരെ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അമയ, എഴുതിയ ഒരാൾ നേരത്തെ എഴുതിയെന്ന് പറഞ്ഞില്ലേ, എവിടം വരെ എന്നൊന്ന് പറയാവോ? ഒന്ന് സാറേ, ഞാൻ മറ്റേ മാത്രമേ എഴുതിയുള്ളൂ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അടുത്ത ഇത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും നമ്മൾ ലെങ്തിന്റെ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് തന്നെയാണ്. ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സണ്ണ്. സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള മീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ എഴുതുക, it is the mean distance of the earth from the sun. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള മീൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതണം AU എന്ന് എഴുതണം. ഒരു നിമിഷം. അമ്മ സോ നമ്മൾ ഇറ്റ് ഈസ് ദ മെയിൻ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സണ്ണിനെ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാണ് പറയുന്നത്. സാധാരണ ഇത് ഉപയോഗിക്കുന്നത് പ്ലാനറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ യൂസ് അവിടെ താഴെ എഴുതണം. സെക്കൻഡ് പോയിന്റ് ആയിട്ട് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് പ്ലാനറ്റ്. Distance of planets.
ഇതിന്റെ കൺവേർഷൻ ചോദിക്കും. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഒരു AU എന്ന് വെച്ചാൽ 1.496 into 10⁻11 മീറ്റർ ആണ്. 1.496 into 10⁻11 മീറ്റർ ആണ്. 1.496 into 10⁻11 മീറ്റർ ആണ്. ക്ലിയർ ആണോ? നോട്ട് ചെയ്തോ? ശരി. ഇനി ലാസ്റ്റ് തരണം. എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ് എന്നായിരുന്നു ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം? പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. 3.0. ഞാൻ ചോദിച്ചത് അതല്ല ചോദിച്ചേ 3.6 3 അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. പാർസെക് ഈസ് ദ യൂണിറ്റ് ഓഫ് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തിന്റെയാണ്? സെക്ക് എന്ന് കേൾക്കുമ്പോഴേ കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്താണ് വരുന്നത്? എന്തിന്റെ യൂണിറ്റ് ആയിട്ടാ തോന്നുന്നത്? നമ്മൾ പഠിച്ചിട്ട് പോയാലും തെറ്റ് കാണിക്കുന്നത് അവിടെയാണ്. സെക്കൻഡ് എന്ന് കേട്ടാൽ ടൈമിന്റെ യൂണിറ്റ്. സാധാരണ ഓപ്ഷനില് ലെങ്ത്, ടൈം, മാസ് എന്നൊക്കെ കണ്ടാലും പെട്ടെന്ന് എല്ലാവരും എഴുതി വെക്കുന്നത് ഉത്തരവ് എന്ന് പറയുന്നത് അവിടെ ടൈമിന്റെ യൂണിറ്റ് എന്ന്. എന്നാൽ അത് എന്തിന്റെ യൂണിറ്റ്? നമ്മുടെ ഹെഡിങ്ങിൽ തന്നെ അത് ലെങ്ത് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ട് പോയാലും തെറ്റിക്കുന്ന ഒരു പരിപാടിയാണിത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആളെ കുറിച്ചെന്ന് ചോദിച്ചാൽ അത് പാർസെക് ആണ്. പാർസെക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പാർസെക്കൻഡ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ഇത് ആസ്ട്രോണമിയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ പാരലാറ്റിക് സെക്കൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ പാർസെക്കിന്റെ മറ്റൊരു പേര് വിളിക്കുന്നത് ഇങ്ങനെയാണ്, പാരലാക്റ്റിക് സെക്കൻഡ് എന്നാണ് വിളിക്കുന്നത്. പാരലാക്റ്റിക് സെക്കൻഡ്. ഒരു പാർസെക് എന്ന് പറയുന്നത് ഏകദേശം 3.08 into 10⁻16 മീറ്ററോ അല്ലെങ്കിൽ 3.26 ലൈറ്റ് ഇയറോ ആണ് 1 പാർസെക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം, ഈ 3 പേര് ആരൊക്കെയാ? നമ്മുടെ പാർസെക് എന്ന് പറയുന്ന ആള് പാർസെക്, അതേപോലെ ലൈറ്റ് ഇയർ 1 LY, 1 പാർസെക്, 1 ലൈറ്റ് ഇയർ, 1 ആസ്ട്രോണമിക്കൽ. ഇതാണ് ഇവരുടെ ഓർഡർ. ഇതിവിടെ അവിടെ നോട്ട് ചെയ്തേക്കണം. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാർസെക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഇയർ, അത് കഴിഞ്ഞിട്ടാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരുന്നത്. നോട്ട് ചെയ്തോ? വിസ്മയ ടൈമിന്റെ യൂണിറ്റ് എന്നാ വിസ്മയ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ പഠിച്ചിട്ട് പോയാലും നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റാണിത്. ഇത് ടൈമിന്റെ യൂണിറ്റ് എന്ന്. സോ നമ്മളത് ടൈമിന്റെ യൂണിറ്റ് ആയിട്ടല്ല എഴുതുന്നത്, ലെങ്തിന്റെ യൂണിറ്റ് ആണ്. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്യെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ക്വസ്റ്റ്യൻ, how many light year
how many light years are there in 1 meter? ഒരു മീറ്ററിനകത്ത് എത്ര ലൈറ്റ് ഇയർ ഉണ്ട് എന്നാണ്. ഒരു ലൈറ്റ് ഇയറിനകത്ത് അല്ല, ഒരു മീറ്ററിനകത്ത് എത്ര ലൈറ്റ് ഇയർ ഉണ്ട്? അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 9.46 into 10⁻50 മീറ്റർ ആണ്. ഞാൻ അതിന് ഇങ്ങനെ ഒന്ന് എഴുതുന്നു, 9.46 into 10⁻50 മീറ്റർ ഇൻറ്റു ഒരു LY എന്ന് എഴുതുന്നു. സോ ഇതിൽ നിന്ന് ഒരു മീറ്ററിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഇയർ ഡിവൈഡഡ് ബൈ 9.46 into 10⁻50 മീറ്റർ എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ 1.057 into 10⁻⁻16 ലൈറ്റ് ഇയർ എന്ന് കിട്ടും. അതിനർത്ഥം ഒരു മീറ്ററിനകത്ത് 1.057 into 10⁻⁻16 ലൈറ്റ് ഇയർ ഉണ്ടെന്നാണ്. അങ്ങനെയാണ് ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യുമോ നിങ്ങള്? ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി അല്ല, സാർ എക്സാമിന് ഇത് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാ ഈ കൺവേർഷൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? നമ്മുടെ ലൈറ്റ് ഇയറിന്റെ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എടുത്താൽ മതി. അടുത്ത മോഡൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ഇത്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇങ്ങനെ കാണത്തുള്ളൂ, AU in 1 meter. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇൻ 1 meter. നമ്മൾ പഠിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻസുകളാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ വാല്യൂ എടുത്ത് എഴുതാം. 1 AU is equal to എത്ര? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496 അല്ലേ? അതിനെ റൗണ്ട് ചെയ്ത് ഞാൻ എഴുതുകയാണ്. 1.5 into 10⁻11 മീറ്റർ ആണ്. റൗണ്ട് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ 1.496. ആ 4ന്റെ തൊട്ടപ്പുറത്തെ നമ്പർ 5ൽ കൂടുതലാണ്. 1.496. അപ്പൊ 9 5ൽ കൂടുതലാണ്. യെസ്, 6.67 10⁻⁻12 ആങ്സ്ട്രോം. അത് ശരിയാണ്, കൃഷ്ണ ചെയ്തത്. അതുകൊണ്ട് 5ൽ കൂടുതലായതുകൊണ്ട് ഈ 4ന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് 1.5 എന്ന് എഴുതി. സോ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ്, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 1 meter is equal to 1 astronomical unit divided by 1.5 into 10⁻11. സോൾവ് ചെയ്യുമ്പോൾ 6.67 into 10⁻⁻12 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് കിട്ടും. ഒരു മീറ്ററിനകത്ത് ഇത്രയും ആസ്ട്രോണമി. ഇപ്പൊ ഓക്കെ ആണോ? ഷാബിൽ റഷീദെ, ഷാബിലെ ഓക്കെ ആണോടാ? നോയോ? ശരി. ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഷാബിലിനോട് ചോദിക്കുകയാണ്, 5x is equal to 2. ഇതിൽ നിന്ന് x is equal to എത്ര കിട്ടും? 5/2. 5/2? അവിടെ തന്നെ കുറെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 2/5 എന്നാ. അപ്പൊ നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യനിലോട്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ലൈറ്റ് ഇയറിന്റെ കേസ് തന്നെ ഞാൻ എടുക്കാം, ആ പ്രോബ്ലം തന്നെ ഞാൻ എടുക്കാം. 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്
9.46 into 10 raised to 50 മീറ്റർ. ചെയ്യാനുള്ള സിംപ്ലിസ്റ്റിക്ക് വേണ്ടി ഞാൻ തിരിച്ചെഴുതുക. 9.46 into 10 raised to 50 മീറ്റർ എന്ന് വെച്ചാൽ 1 ലൈറ്റ് ഇയർ. ഈ 9.46 into 10 raised to -50 മാറിയാൽ ഇവിടെ ആരുണ്ട്? ആൾറെഡി 1 മീറ്റർ അല്ലേ? ഈ കിടക്കുന്ന വാല്യൂ നമ്പേഴ്സ് ലൈറ്റ് ഇയർ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ 1 മീറ്ററിലുള്ള വാല്യൂ നമുക്ക് കിട്ടത്തില്ലേ? യെസ്. അതേപോലെ ഇവിടെ നോക്ക്, ഈ 1.5 into 10 raised to 11 എന്ന് പറയുന്നതിനെ ഈ 1 മീറ്ററിന്റെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സോറി, ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് 1.5 into 10 raised to 11 ചെയ്യുമ്പോൾ നമുക്ക് 1 മീറ്ററിന്റെ വാല്യൂ കിട്ടത്തില്ലേ? യെസ്. അതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രൂപം. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്. നീ അത് ചോദിച്ചോണ്ട് മാത്രമല്ലേ എനിക്ക് നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടിരുന്ന് നിങ്ങൾ പോകത്തല്ലേ ചെയ്യത്തോളൂ. ഇനി ഇവിടെ ഈ ഒരു ബോക്സിൽ സിമ്പിൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ് ഒന്ന് എഴുതുക. സിമ്പിൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ്. 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി തൊട്ട് നമ്മൾ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ പെർ എന്ന് പറയുന്ന നിൽക്കുന്ന സ്ഥാനം, ഈ പെർ കഴിഞ്ഞ് കിടക്കുന്ന എമ്മിന്റെ പവർ +3 ആണ്. ഇതിനെ എനിക്ക് ഇതാണ് ഇങ്ങനെ എഴുതാം, 1 കിലോഗ്രാം റേസ് ടു -3 എന്ന് എഴുതാം. അതിനർത്ഥം ഇത് രണ്ടും ഈക്വൽ എന്നാണ്. കാരണം ഈ മീറ്ററിനെ ഞാൻ ഇതിന്റെ മേളിലോട്ട് കൊണ്ടുവന്ന് എഴുതിയപ്പോൾ അതിന്റെ പവർ എന്താക്കി മാറ്റി? മൈനസ് ആക്കി എനിക്ക് മാറ്റി എഴുതാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് 1 കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്ന് കണ്ടാൽ അതിനർത്ഥം 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാ. നിങ്ങളത് തൽക്കാലം ഞാൻ സാധാ രീതിയിൽ അങ്ങ് എഴുതാം. 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 10 raised to -3 gram per centimeter cube ആണ്. gram gram centimeter raised to -3 എന്ന് വെച്ചാൽ 10 raised to 3 100 ഉണ്ട്, അല്ല 10 raised to 3 1000 ഉണ്ട്. മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിക്കും. അതുകൊണ്ട് തൽക്കാലം അത് അറിഞ്ഞു വെക്കുക. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 raised to 5 ഡൈൻ എന്ന. ഡൈനൊക്കെ ഇതിപ്പോ ഞാൻ മുൻകൂർ അടുത്ത ദിവസം പഠിക്കാൻ പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ മുൻകൂർ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു പോവാ. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, ഒരു AMU എന്ന് പറയുന്നത് 1.66 into 10 raised to -27 കിലോഗ്രാം ആണ്. ഒരു ബോക്സിലിട്ട് വെച്ചേക്കാം. എന്റെ യൂസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ആണോ? എന്നിട്ട് ഇവിടെ കൺവേർഷൻ ഓഫ് ലെങ്ത് എന്ന് എഴുതണം. ഒരു ടിപ്പ് പറഞ്ഞുതരാം. കൺവേർട്ടിങ് ലെങ്ത് എന്ന് എഴുതുക, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. സാധാരണ സിമ്പിൾ പ്രോബ്ലത്തിൽ വരുന്നത് കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ കയ്യിലുള്ളത്. സാധാരണ ചോദിക്കുന്ന കിലോമീറ്റർ നമുക്ക് എന്തിൽ മാറ്റാൻ ചോദിക്കും? മീറ്റർ. മീറ്ററിനെ സെന്റിമീറ്റർ ചോദിക്കും, സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ ചോദിക്കും. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലാക്കാൻ ചോദിക്കും, സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ ചോദിക്കും, മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റാൻ ചോദിക്കും. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? ബഹളം വെക്കാതെ. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹലോ, 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്?
1000 meter. യെസ്. അപ്പൊ നമ്മൾ അത് എന്തോ ചെയ്യുന്നേ? ഇൻറ്റു 1000 ഇൻറ്റു 100 ഇൻറ്റു 10. ഇവിടെ തിരിച്ച് ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. അഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? 5 ഇൻറ്റു 1000. (120 കിലോമീറ്റർ) അല്ല സോറി 120 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ്? അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? 120 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 1.2 മീറ്റർ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന 120 ഡിവൈഡഡ് ബൈ 10⁻² എന്ന് നമ്മൾ എഴുതും. അല്ലെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 10⁻⁻² മീറ്റർ എന്ന് എഴുതും. ഇങ്ങനെയും എഴുതാം. കാരണം ഈ 100നെ 10⁻² എന്ന് എഴുതി. ആ 10⁻²നെ നമ്മൾ മേലോട്ട് കൊണ്ടുവന്ന് എഴുതുമ്പോൾ 10⁻⁻² എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഈ ഒരു സംഭവം ബോക്സിൽ ഇടുക. യെസ്, ബോക്സിൽ ഇടുക. അതുപോലെ നോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതേപോലെ മാസിന്റെ യൂണിറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. മാസിന്റെ കൺവേർഷൻ, കൺവേർട്ടിംഗ് മാസ് യൂണിറ്റ്. സാധാരണ കോമൺ എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് ടൺ, ഏറ്റവും ഹൈയസ്റ്റ് യൂണിറ്റ് ആയ ടണ്ണിൽ നിന്ന് തുടങ്ങാം. ടൺ, കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം ആണ് സാധാരണ വരുന്നത്. ഇതിൽ കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം കൺവേർഷനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ടണ്ണിനെ നമുക്ക് കിലോഗ്രാമിലോട്ട് മാറ്റാം, കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാം, ഗ്രാമിനെ മില്ലിഗ്രാമിലോട്ട് മാറ്റാം. മില്ലിഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ ചോദിക്കും, ഗ്രാമിനെ കിലോഗ്രാമിലോട്ട്, കിലോഗ്രാമിനെ ടണ്ണിലോട്ട്. മോളിൽ ഇൻറ്റു 1000 അവിടെ ചെയ്ത പോലെ, ഇൻറ്റു 100. സോറി 100 ഇവിടെ അല്ല 100 അല്ല, ഇൻറ്റു 1000. മില്ലിഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാം ഡിവൈഡഡ് ബൈ 1000. കിലോഗ്രാമിനെ ടണ്ണിലോട്ട് മാറ്റാൻ ഇത് വളരെ എളുപ്പമാണ്. കൺവേർട്ടിംഗ് യൂണിറ്റ് ഓഫ് മാസ്. ഇനി ഒരെണ്ണം കൂടി ഇതിനകത്ത് സാധാരണ ചോദിച്ചു കണ്ടുള്ളതാണ്. കൺവേർട്ടിംഗ് യൂണിറ്റ്സ് ഓഫ് കപ്പാസിറ്റി. Converting units of capacity. Kiloliter, liter, milliliter. ഇത് എക്സ്ട്രാ ഒന്ന് പറഞ്ഞു തരിക, ഇരിക്കുന്നത് നല്ലതാണ്, എളുപ്പമാണ്. കിലോ ലിറ്ററിനെ ലിറ്ററിലോട്ട് മാറ്റാൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1000 ഡിവൈഡഡ് ബൈ 1000. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടൈമിന്റെ എല്ലാവർക്കും അറിയാമല്ലോ, കാരണം നമ്മൾ 60ന്റെ കളിയാണ് അതിന്. അതായത് 1 മിനിറ്റ് 60 സെക്കൻഡ്. 5 മിനിറ്റ് എന്ന് ചോദിച്ച സെക്കൻഡിലോട്ട് മാറ്റാൻ 5 ഇൻറ്റു 60 എന്ന് ചെയ്യുന്ന പോലെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോട്ടെ.
അമ്മയ, അലീന, നിഹാൽ, കൃഷ്ണ. യെസ്, അടുത്ത അടിപൊളി ടോപ്പിക്കാ. മെഷർമെന്റ് ഓഫ് ലെങ്ത്. മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്ന് ഹെഡിങ് എഴുതാം. മെഷർമെന്റ് ഓഫ് ലെങ്ത് എന്ന ഹെഡിങ് എഴുതാം. നമ്മൾ സാധാരണ ലെങ്ത് മെഷർ ചെയ്യുന്നത്, അലീനയുടെ കയ്യിലിരിക്കുന്ന പേനയുടെ ലെങ്ത് അലീന എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്? അലീന സ്കെയിലിനോട്. സ്കെയിലും ഉണ്ടാവും. അപ്പൊ നമ്മള് സാധാരണ നമ്മൾ ഈ സ്കെയിലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്ന മെഷർമെന്റിനെ നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ലെങ്ത് എങ്ങനെ മെഷർ ചെയ്യാന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി മെഷർ ചെയ്യാം, ഇൻഡയറക്ട്ലിയും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഡയറക്ട്ലി മെഷർ ചെയ്യാൻ കഴിയും, ഇൻഡയറക്ട്ലിയും മെഷർ ചെയ്യാൻ കഴിയും. എന്താണ് ലെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഡെഫിനിഷൻ കൊടുക്കും? വാട്ട് ഈസ് ലെങ്ത്? ഇതൊരു ബോഡിയുടെ ഒരു പോർഷൻ ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, അതിനെ എ എന്ന് വിളിച്ചു. ഇവിടെ മറ്റൊരു പോയിന്റ് എടുത്തു, ഞാൻ ബി എന്ന് വിളിച്ചു. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് ലെങ്ത് എന്ന് നമ്മൾ എടുക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ സ്പേസ് എന്നാണ് നമ്മൾ സാധാരണ ഡെഫിനിഷൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെച്ചാൽ മതി, ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. Length is the distance between 2 points in space. അത് ജനറൽ ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ 2 points എന്ന് ഓർത്ത് വെച്ചാൽ. This length is the distance between 2 points. അല്ലെങ്കിൽ distance of separation of 2 points in space. സോ നമുക്ക് ഈ ലെങ്തിനെ സാധാരണ സ്കെയിലുകൾ കൊണ്ടും ടേപ്പുകൾ കൊണ്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് നടത്താൻ കഴിയും. സോ ലെങ്ത് ക്യാൻ ബി മെഷർഡ് ഇൻ 2 വേ. ഒന്നെന്താ? ഒന്ന് ഡയറക്റ്റ് മെഷർമെന്റ്. അതുപോലെ രണ്ടാമതൊരെണ്ണമുണ്ട് ഇൻഡയറക്റ്റ് മെഷർമെന്റ്. ഡയറക്റ്റ് അല്ല നമുക്ക് പഠിക്കേണ്ടതുള്ളത്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. സോ ഒരു ഹെഡിങ് എഴുതിയിടുക, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. സൂര്യനും ചന്ദ്രനും തമ്മിൽ ദൂരമില്ലയോടോ? എർത്തും നമ്മുടെ മൂണും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ലയോ? ഇത് ഒരു സ്കെയിൽ തന്നു വിട്ടാൽ നമുക്ക് പോയി അളക്കാൻ പറ്റുമോ അലീന? ഇല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. സാധാരണ സ്കെയിലുകൾ കൊണ്ട് മെഷർ ചെയ്യുന്നതിന് നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ്, നമ്മൾ സാധാ സ്കെയിലുകൾ കൊണ്ട് മെഷർ ചെയ്യുന്നതിന് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഉണ്ട്. സോ അതിലെ ഫസ്റ്റ് വണ്ണിന്റെ ഹെഡിങ്ങോട് എഴുതിയിടുക, ട്രയാങ്കുലേഷൻ മെത്തേഡ് ഫോർ the height of an accessible object. accessible object എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആവാം, ഒരു വലിയ മരത്തിന്റെ ഹൈറ്റ് ആവാം, വലിയൊരു ടവറിന്റെ ഹൈറ്റ് ആവാം. accessible height മെഷർ ചെയ്യാനുള്ള മെത്തേഡ് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരികയാണ്, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് കേട്ടിരിക്കുക. ഇവിടെ സി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അലീന നിൽക്കുന്നത്. കാരണം എയും ബിയും വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ എയും ബി ഉപയോഗിച്ചിട്ട് പറയാം. ഇവിടെ
എ ബി എന്ന് പറയുന്ന ഒരു അക്സസബിൾ ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ടവറിന്റെ ഹൈറ്റ് ആണ് എച്ച്. ഈ എച്ച് ആണ് നമുക്ക് മെഷർ ചെയ്യുന്നത്. അലീന ഈ ബിൽഡിങ്ങിൽ നിന്ന് ഒരു സി എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. സോ അലീന ഈ മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്ന, തറയിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട് നോക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിയ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആംഗിൾ കോൺ എ സി ബി എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയാം. ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് ഓർത്തു വെച്ചാൽ. ഈ ട്രയാങ്കുലേഷൻ മെത്തേഡിൽ നിന്ന് എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പം ഫ്രം, ഞാനൊരു സെന്റൻസ് എഴുതുകയാണ്, ഫ്രം ട്രയാങ്കിൾ എ ബി സി ടാൻ, നമുക്ക് ഈ ഹൈറ്റ് ആണ് വേണ്ടത്, അതിന് നമ്മൾ ടാൻ തീറ്റ കണ്ടെത്തും. സൈനും കോസും എടുക്കാൻ എന്താന്ന് വെച്ചാൽ സൈനും കോസും എടുത്താൽ അത് കിട്ടില്ല. ടാൻ തീറ്റ എടുക്കുമ്പോൾ മുകളിൽ ഏത് സൈഡ് വരും? എ ബി എന്ന് പറയുന്ന സൈഡും താഴെ ഏത് സൈഡ് വരും? സി ബി. സൈനും കോസും എടുത്ത് അതേപോലെ വരില്ല. അതുകൊണ്ടാണ് സൈനും കോസും എടുക്കുന്നതിന് പകരം ഇവിടെ ആരെടുക്കാൻ കാരണം? ടാൻ എടുക്കാൻ കാരണം. വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ടാൻ തീറ്റ ഈക്വൽ എന്ത് കിട്ടി? ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. എ ബിയുടെ വാല്യൂ എന്താ? എ മുതൽ ബി വരെ എച്ച് ആണ്, സി മുതൽ ബി വരെ എക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഹൈറ്റ് എച്ചിന്റെ വാല്യൂ ടാൻ തീറ്റ ഇൻറ്റു എക്സ്. ഇതേ ഈക്വൽ ഇതെന്നും പറഞ്ഞ് എഴുതി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അവിടുത്തെ ആ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ദ ഗിവൺ ഹൈറ്റ് ഓഫ് ദ ടവർ, ദ ഗിവൺ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഓർ ദ ഗിവൺ ഹൈറ്റ് ഓഫ് ദ ട്രീ. ഒരു അക്സസബിൾ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടെത്തുന്ന രീതി ഇതാണ്. ഇതിനെയാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ടു മെഷർ ദ ഹൈറ്റ് ഓഫ് ആൻ അക്സസബിൾ ട്രീ ഓർ എ ടവർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്സസബിൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിധം അല്ലാത്ത രീതി മെഷർ ചെയ്തപ്പോൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റുന്നേ. അതേപോലെ ഇൻഅക്സസബിൾ ഉണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു വലിയൊരു മരവും ഒരു വലിയൊരു കുന്നും, ഒരു വലിയൊരു മലയും കമ്പയർ ചെയ്താൽ അതിൽ അക്സസബിൾ എന്ന് പറയുന്നത് നമ്മുടെ മരമാണ്. ആ കുന്നിന്റെ ഹൈറ്റ് എടുത്താലോ? അങ്ങനെ വരുമ്പോൾ ഇൻഅക്സസബിൾ ഒബ്ജക്റ്റ് എന്ന് നമുക്ക് അവിടെ പറയാം. അത് അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും. ട്രയാങ്കുലേഷൻ മെത്തേഡിന്റെ ഒരു ആൾട്ടർനേറ്റീവ് മറ്റൊരു രൂപമാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് ഫോർ ദ ഹൈറ്റ് ഓഫ് ആൻ ഇൻഅക്സസബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും? ഹലോ, നെക്സ്റ്റ് ക്ലാസ് സാറ് പറയും. ക്ലിയർ സാർ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ സാർ ഇവിടെ ഉണ്ടോ? ഹലോ സാറേ. ഹലോ സാർ. സാർ ഇല്ലേ അവിടെ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ സാറുണ്ടോ? ഇല്ലെന്നു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. അമ്മ ഓക്കെ. വെൽക്കം.